ഒരുത്തൻ സ്ത്രീവേട്ട നടത്തി അർമാദിച്ചതിന്റെ പേരിൽ അതേ പേരുള്ള മറ്റൊരുത്തൻ അകത്തു പോകുന്നത് ചരിത്രത്തിന് ആദ്യമായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കാൻ ഇറങ്ങിയ ന്യായീകരണ തൊഴിലാളി അവസാനം അകത്തായി. പക്ഷെ ഇപ്പോഴും അയാൾക്ക് മനസ്സിലായിട്ടില്ല എന്തിനാണ് അകത്തായത്. അതുകൊണ്ട് അയാൾ ജയിലിലും ഉപവാസം ഇരിക്കാൻ തീരുമാനിച്ചു. ആർക്ക് നഷ്ടം? കോടതിയുടെ വിധി 14 ദിവസത്തെ റിമാൻഡിന്റെ രൂപത്തിൽ ഇറങ്ങുന്നത് വരെ വല്ലാത്ത കുത്തിളുപ്പായിരുന്നു. ഇവന്റെ നല്ല പാതിയുടെ കാര്യമാണ് ഏറെ കഷ്ടം. ഈ പൊട്ട പറയുന്നതെല്ലാം ശരിയാണെന്ന് വിശ്വസിച്ച് അവരെ ന്യായീകരിച്ച് നടന്ന ആ പാപം ഇനി എന്ത് പറഞ്ഞ് മാളൂരുടെ മുന്നിൽ ഇറങ്ങും എന്നുള്ളതാണ് അയൽവാസികളുടെ വരെ ചിന്ത. അഭിലാഷ് മോഹനൻ എന്ന മാധ്യമപ്രവർത്തകൻ പറഞ്ഞതാണ് ശരി. രാജമാണിക്യം സിനിമയിലെ സൈമൺ നാടാരാണ് ഇയാൾ. കൂട്ടുകാരനെ പ്രോത്സാഹിപ്പിച്ച് കുഴിയിൽ ചാടിക്കുന്ന പണിയാണ് ഇയാൾ കാണിച്ചിട്ടുള്ളത്. അയാൾ കാണിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അങ്ങനെയുണ്ട്. ഇയാളുടെ ചാനൽ ചർച്ചയിലെ ആവേശം കണ്ടാൽ ഇയാളുടെ അമ്മായിയുടെ മോനാണ് കുഴപ്പത്തിൽപ്പെട്ട് കിടക്കുന്നതെന്ന് തോന്നിപ്പോകും. ആരുടെയാണ്? രാഹുൽ ഈശ്വറിന്റെ. 2026 തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിലെ ഒരു സീറ്റ് നൽകാമെന്ന് പറഞ്ഞാണ് ഇയാളെ മാങ്കൂട്ടം കൂടെ പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്നാണ് പരദൂഷണം പറയുന്നത്. അങ്ങനെ ഒരു പ്രചാരണം നാട്ടിലെല്ലാടും ഉണ്ട്. താഴമൺ കുടുംബത്തിലെ ഉശിരുള്ള ആൺതരിയാണെന്നാണ് അവകാശവാദം. പക്ഷേ നമ്പൂതിരിമാരുടെ ഇടയിൽ മരുമക്കത്തായ സമ്പ്രദായം ഇല്ലാത്തതുകൊണ്ട് ഇവൻ എങ്ങനെ താഴ്മൺ കുടുംബത്തിന്റെ അവകാശിയായി മാറുമെന്നാണ് അയൽവാസികൾ ചോദിക്കുന്നത്. അയൽവാസികൾക്കറിയാമല്ലോ, ഈശ്വര പുത്രനാണെന്ന് പറയുവാൻ എന്തോ ഒരു നാണക്കേട് ഉള്ളതുപോലെയാണ് ഇവന്റെ പ്രവൃത്തിയിലും പറച്ചിലും ഒക്കെ പൊഴിച്ചു നിൽക്കുന്നത്. ന്യായീകരണ തൊഴിലാളികൾക്കെല്ലാം ഒരു പാഠമാകേണ്ടത് ഈ വിഷയമാണ്. ഒരു കാര്യവുമില്ലാതെ ആർക്കും പ്രയോജനമില്ലാതെ ഒരുത്തനെ ന്യായീകരിച്ച് പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത് അത്ര ഭംഗിയുള്ള കാര്യമല്ലെന്ന് ഇനിയെങ്കിലും പഠിക്കുന്നത് നല്ലതാണ്. പറഞ്ഞു എന്ന് മാത്രം. രാഹുൽ മാങ്കൂട്ടം സ്വാതന്ത്ര്യ സമരത്തിന് ചുക്കാൻ പിടിച്ചതിനൊന്നുമല്ല ന്യായീകരിച്ചത്. ഭാരതീയ നിയമ സംഹിത അനുസരിച്ച് ഭർത്താവുള്ള ഒരു സ്ത്രീ മറ്റൊരുവനുമായി വീഴ്ച നടത്തിയാൽ ബന്ധം വേർപിരിക്കുന്ന സമയത്ത് നഷ്ടപരിഹാരം ഒന്നും ലഭിക്കയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് പഴയതുപോലെ ക്രിമിനൽ കുറ്റമൊന്നുമല്ല. ഇനി ഒരു സ്ത്രീയുമായി അറിയാതെ സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ട് വിഷയങ്ങളിൽപ്പെട്ട അയാളല്ല മാങ്കൂട്ടം. കാണുന്ന പൂവുകളിൽ നിന്നെല്ലാം തേൻ കുടിക്കുന്ന വണ്ടിന്റെ സ്വഭാവമാണ് അയാൾ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ മുതൽ പ്രായപരിധി കഴിഞ്ഞ അമ്മച്ചിമാരോട് വരെ കണ്ടു പരിചയപ്പെട്ട് കഴിയുമ്പോൾ ഇവൻ എന്തോ ഒരു സാധനം തരുമോ എന്ന് ചോദിക്കും. ഒരു ഉളുപ്പുമില്ലാതെ തന്നെ അത് ചോദിക്കുകയും ചെയ്യും. അത് മാത്രമാണ് ഇവന്റെ കഴമ്പ്, വേറെ ഒന്നുമില്ല. ഒരിക്കൽ കുഴപ്പത്തിൽ ചാടിയ കോലാഹലമൊക്കെ ഒന്ന് അവസാനിച്ചു വരുമ്പോൾ ഒതുങ്ങി നിന്ന് പെട്ട കുരുക്കിൽ നിന്നും ഊരിപ്പോരാൻ നോക്കാതെ താൻ വലിയ ചാമ്പ്യനാണെന്ന മട്ടിൽ കാടിളക്കാൻ ഇറങ്ങിയതിന്റെ പരിണിത ഫലമാണ്. കോൺഗ്രസ് പാർട്ടി പിടിച്ചെടുക്കാൻ ഇറങ്ങി പുറപ്പെട്ട അർജുനാണ് രാഹുൽ മാങ്കൂട്ടം. അവന്റെ തേര് തെളിച്ചിരുന്ന കൃഷ്ണൻ ഇപ്പോഴും കട്ടപ്പുറത്ത് തന്നെയാണ്. 48 വയസ്സ് കഴിഞ്ഞ ഒരു IAS ഉദ്യോഗസ്ഥ ചീഫ് സെക്രട്ടറിയുടെ മുന്നിൽ ഒരു പരാതി പറഞ്ഞു. അതും ഈ വിദ്വാനെ പറ്റി. സംഭവം മുമ്പ് പറഞ്ഞതുപോലെ എന്തോ ഒരു സംഗതി തരുമോ എന്ന് ചോദിച്ചു അത്രേ. ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം അനുസരിച്ച് ആ മാന്യശ്രീ മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിൽ ചെന്ന് കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു. ഈ വിവരങ്ങളെല്ലാം പ്രതിപക്ഷ നേതാവ് അറിയാം. VD സതീശന്റെ തേരോട്ടത്തിന് കടിഞ്ഞാണിട്ട് പിടിച്ചുകെട്ടി കോൺഗ്രസിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ ഇറങ്ങിയതാ ആശാനിച്ചിരിക്കുന്നത്. ഉദ്ദേശം സത്യത്തിൽ നല്ലതായിരുന്നു. പക്ഷേ ശിഷ്യന്റെ കയ്യിലിരിപ്പ് വളരെ മോശമായി പോയി. രാഹുൽ ഈശ്വരന്റെ ചാനൽ ചർച്ചകൾ കണ്ടിട്ടുള്ള ഒരു ജഡ്ജിയും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുക്കുന്ന പ്രശ്നമില്ല. അത്ര കൃത്യമായി മാങ്കൂട്ടം ചെയ്ത പ്രവർത്തികൾ ഈശ്വരപുത്രൻ വരച്ചു കാണിച്ചിട്ടുണ്ട്. അത് നമ്മളെല്ലാം കണ്ടതും കേട്ടതുമാണ്.